ഇപ്പോൾ പണ്ട് വിജയകുമാർ സാർ എന്നോട് പറയുമായിരുന്നു, പ്രോബ്ലംസ് ആർ ഇൻ ക്യൂ എന്നാണ് പറയണത്. അതായത് ഓരോ ദിവസവും ഓരോ പ്രശ്നം ഉണ്ടാകും. എത്ര പ്രാർത്ഥനയ്ക്ക് കുഴപ്പമൊന്നുമില്ല, വിശുദ്ധ ജീവിതത്തിനും കുഴപ്പമില്ല, പക്ഷേ പ്രശ്നം ഒഴിഞ്ഞിട്ട് നേരം ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മളവർക്ക് അയ്യോ ഞാൻ ഇത്രയും പ്രാർത്ഥിക്കണമല്ലോ, എന്നിട്ട് എന്താണ് പിന്നെയും പ്രശ്നം തന്നെ. നമ്മളെന്താ ചെയ്യണത്? പിന്നെയും പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഈ ഉടമ്പടി എടുത്തിരിക്കുന്നത്. പിടിയിട്ടില്ലേ? നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? പിന്നെയും പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ്. പക്ഷെ ചിലർ പറയും, അച്ഛാ നമുക്ക് ഈ പ്രാർത്ഥിക്കുന്നതോറും പ്രശ്നമാണല്ലേ അച്ഛാന്ന് ചോദിക്കും. ആ ചിലർക്ക് എങ്ങനെയാണ് അപ്പോൾ പ്രാർത്ഥിക്കാതിരിക്കണമല്ലേ നല്ലതെന്ന് ചോദിക്കും. അതാണ് അവർ ഉദ്ദേശിക്കണത്. പ്രാർത്ഥിച്ചില്ല പിന്നെ പ്രശ്നമില്ലല്ല, പ്രാർത്ഥിക്കുമ്പോഴല്ലേ ഈ പ്രശ്നം ഉണ്ടാകണത്. ചിലർക്ക് പ്രാർത്ഥിക്കുന്നതോറും പ്രശ്നം ഉണ്ടാകും. അപ്പോസ്തലന്മാർക്ക് പ്രാർത്ഥിക്കുന്നതോറും പ്രശ്നം ഉണ്ടായി. എന്താ പ്രശ്നം ഉണ്ടായത്? നേരത്തെ അവർക്ക് വിശക്കണ പ്രശ്നങ്ങളുള്ളു. അത് വലിയോടത്ത് നോക്കി കട്ട് തിന്ന ചെയ്യുമ്പോൾ പത്രോസ് വരെ കണ്ടവൻ്റെ പുരയിടത്തിൽ നിന്ന് ഗോതമ്പ് കട്ടുന്ന പാർട്ടിയാണ്. അത് സാധാരണ മനുഷ്യരല്ലേ. അപ്പം അതുകൊണ്ട് അതൊന്നും ഈശോയ്ക്ക് അതൊന്നും പ്രശ്നമല്ലേ. പക്ഷേ അങ്ങനെയാണെങ്കിലും ആ ഒരു ഫെയ്ത്തിലൊന്നും അത് പുള്ളിക്ക് ഉപവാസം ഇല്ലാഞ്ഞിട്ടല്ലേ അങ്ങനെ ചെയ്തത്. അപ്പം ഈശോ എന്നാ പറഞ്ഞത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇറ്റ്സ് ഓക്കെ, പക്ഷേ ഒരു ഗ്രേറ്റർ പ്രോബ്ലം വന്നാൽ നീ ഗോതമ്പ് കട്ടുന്ന തീരത്തില്ല പ്രശ്നം. കാര്യം എന്താണ്? ഉപവസിക്കുക തന്നെ ചെയ്യണം.